ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഇന്നിപ്പോൾ അമൃതം പൊടിയുടെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിനുള്ള ആദ്യത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അമൃതം പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്തത് വെള്ളമൊക്കെ ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ വെള്ളം ഏറിപ്പോയാലും പ്രശ്നമാണ്, നമ്മുടെ അരിപ്പൊടി പോലെയല്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കട്ട പിടിക്കും കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അമൃതം പൊടിയിൽ പുട്ടുണ്ടാക്കുമോ, ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് കേട്ടോ. ഇവിടെ അമൃതം പൊടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നവരെ ഇവിടെ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ പുട്ട് തന്നെയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മക്കൾക്ക് പ്രത്യേകിച്ചും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേറ്റവും നല്ലതാണ് ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. എല്ലാ എന്താ പറയുക പയറുവർഗ്ഗങ്ങളും കൂടി ചേർന്നുള്ള ഒരു ധാന്യപ്പൊടിയാണ് നമ്മുടെ ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അമൃതം പൊടിയോട് പുട്ടുണ്ടാക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് അതൊന്നും അങ്ങോട്ട് പൊടിയൊന്നും നനച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ മോനത് മേടിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാനിത് കുറച്ച് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് ഒരു 1/2 കപ്പ്, നമ്മളെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടാൻ വെക്കുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടിട്ടില്ല, ഒന്നും കൂടി ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതെ ഉഴുന്ന പരിപ്പിലേക്ക് ഞാൻ 3 ടീസ്പൂണാണ് കേട്ടോ കറി വെക്കുന്ന പരിപ്പ്, അതും കൂടി ചേർത്ത് എല്ലതും നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, ഇഡ്ഡലി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്നും എടുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പുട്ടും കൂടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചായ മാത്രം മതി കേട്ടോ. രാവിലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പണിയും എളുപ്പമാവും കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാനിത് സാമ്പാർ വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ തോളൂറിൻ്റെ കായം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കായപ്പൊടി ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കായം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു കായം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു പീസ് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാറ്റൊന്നും എയറൊന്നും കിടക്കാതെ തന്നെ നമ്മളത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോഴും എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പരിപ്പ് ഞാനൊന്ന് കുക്കറിലേക്ക് ഇട്ട് കായൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ചതൊന്ന് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തർ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊത്തിരി താങ്ക്സ് ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന സമയത്തിന് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആരും. അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇത് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നുമില്ല. തക്കാളി, കുമ്പളങ്ങ, ഒരു 2 വെണ്ടക്കായൊക്കെ നമ്മൾ വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വാട്ടാനുള്ളത് അതൊന്നുമില്ല കേട്ടോ. 2 വെണ്ടക്കായ ഉള്ളതെങ്കിൽ അത് നല്ലപോലെ തന്നെ വാടിയിട്ടുള്ളതാണ്. നമ്മളായിട്ട് അതിനെ വാട്ടി ഒന്നും കൂടി വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കറി അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പരിപ്പിലത്തെ വിസിലൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു. ആ വെള്ളം വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അരി കഴുകിയിടും കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തിളക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ച് പിന്നെ അരി ഇട്ട് പിന്നെ അത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമ്മുടെ പണിയും എളുപ്പമാവും കേട്ടോ. പിന്നെ അതേ പരിപ്പിലേക്ക് ഞാൻ വിസിലൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ പുളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ മറന്നുപോയി, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാമ്പാർ പൊടിയിൽ പകുതി സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ആവശ്യത്തിന് പുളിയും കൂടിയൊക്കെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വിസിലടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ ഒറ്റ വിസിൽ മാത്രമേ അടിച്ചെടുക്കാറുള്ളൂ കേട്ടോ. അത് കഷ്ണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതായാലും ഞാൻ ഒറ്റ വിസിലടിച്ചെടുക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മത്തങ്ങയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇതൊന്ന് വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വിസിലൊക്കെ പോയതിന് ശേഷം ഇത് സാമ്പാറൊന്ന് കാച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചു, കറിവേപ്പിലിട്ട്, വറ്റൽമുളകില്ല കേട്ടോ. പിന്നെ ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം സാമ്പാർ പൊടി, ബാക്കിയുള്ള സാമ്പാർ പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ച് ഇതേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സാമ്പാറൊക്കെ ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലേ. അപ്പോൾ നാളെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അരച്ചെടുക്കണതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിലാണ് കാണിക്കുന്നത്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ലെങ്ത് അധികം കൂട്ടുന്നില്ല. മക്കളെ എണീക്കുമ്പോഴേക്കും എനിക്ക് വോയിസ് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതേ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഫ്രണ്ടിൽ വേലിയൊക്കെ നല്ല പോലെ തന്നെ വളർന്ന് ഇതായിട്ടുണ്ട്, പന്തലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം, എന്നിട്ട് വേണം കുളിക്കാൻ പോകാൻ വെച്ചിട്ടാട്ടോ. ചിലപ്പോൾ ചൊറിയുമ്പോഴും ഉണ്ടാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചൊറിഞ്ഞ് ആകെ വഷളാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതോടുകൂടി അങ്ങോട്ട് കുളി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മക്കൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുത്തു തരുന്നതേ വീഡിയോഗ്രാഫർ ദുൽഖറാണ് കേട്ടോ. ഇതിലുമാണ് ഇന്നത്തെ വീഡിയോസ് എടുത്തു തരുന്നത്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോ കുക്കിംഗ് ആയിട്ടും അല്ലാതെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ കുറേ റെസിപ്പികൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കാണാത്തവരൊന്ന് കയറി കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരട്ടി സന്തോഷമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണാത്തവരോടാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെ ലൈക്കും ഇതിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലൈക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞു, അടിച്ചൊക്കെ വാരി, ഇതൊക്കെ കൊണ്ടിട്ട് അടിച്ചൊക്കെ വാരിൻ്റെ ശേഷം പിന്നെ ഞാൻ കാണിക്കുന്നത് എല്ലാതും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറ്റിയെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.